പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം. എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി 2.5 വർഷം എടുക്കുന്നു. ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് 2.5 വർഷം. മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല. രാഹുകേതുക്കൾ 1.5 വർഷവും വ്യാഴം 1 വർഷവും മറ്റ് ഗ്രഹങ്ങളൊക്കെ 30 മുതൽ 45 ദിവസം വരെയാണ്. അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷികൾ അവതരിപ്പിക്കുന്നത്. കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം. മരണം, രോഗങ്ങൾ, ക്ലേശങ്ങൾ, അപവാദങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, അപമാനങ്ങൾ, ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു. അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു. അതിനിടയിലാണ് കണ്ടകശനി, 7.5 ശനി, അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത്. അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ശനി മാറുന്നത് 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടെയാണ് ശനിയുടെ മാറ്റം. ഈ മാറ്റം മേടരാശി മുതൽ 12 രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ശനി ഏതെല്ലാം രാശിക്കാർക്ക് ശുഭത്വത്തോടുകൂടി വർത്തിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ്, ആർക്കൊക്കെയാണ് കണ്ടകശനി, 7.5 ശനി, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ഇടവൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ചാരവശാൽ ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചത് ഇടവൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ അനുഭവവേദ്യമാക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി. കഴിഞ്ഞ 2.5 വർഷക്കാലം ഇടവൻ രാശിക്കാരൊക്കെ കണ്ടകശനിയായിരുന്നു, ജന്മവ്യാഴമായിരുന്നു. അതിൽ നിന്ന് വളരെയധികം വിഭിന്നമായി അതിശക്തമായി ശനി 11-ാം ഭാവത്തിലേക്ക് വരികയാണ് ഇടവൻ രാശിക്കാർക്ക്. കണ്ടകശനിയിൽ നിന്ന് മോചിതരാകുന്നു. ജന്മവ്യാഴം മെയ് 15-ന് മാറുന്നു. അതിനാൽ ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റം ഏറ്റവും അധികം ഗുണത്തെ പ്രദാനം ചെയ്യുക ഇടവൻ രാശിക്കാർക്കും. ഇടവൻ രാശിക്കാർക്ക് ശനി 11-ാം ഭാവത്തിലേക്ക് വരുന്നു. 11-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും വളരെയധികം അനുകൂലമായ ഭാവമാകുന്നു. എല്ലാ അഭീഷ്ടങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാകുന്നു 11-ാം ഭാവം. സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാത നിജാത്മജാഹ, തൻ്റെ മക്കളുടെ മക്കൾ, അപ്രകാരം തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, തൻ്റെ ഇടത്തെ ചെവി, തൻ്റെ ധനലാഭം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 11-ാം ഭാവം. അതിനാൽ ശനി 11-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ആ ഭാവങ്ങൾക്ക് എല്ലാം തന്നെ വളരെയധികം ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ ശനി ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാകുന്നു ഇടവൻ രാശിക്കാർക്ക് നിങ്ങൾ ചിന്തിക്കണം. ശനി 9-10 ഭാവാധിപന്മാരാകുന്നു. 9-ാം ഭാവം എന്താകുന്നു? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാതപി, തൻ്റെ ഗുരുജനങ്ങൾ, തൻ്റെ പിതാവ്, താൻ ചെയ്യുന്ന പുണ്യങ്ങൾ, തൻ്റെ ഭാഗ്യം, തൻ്റെ ദയ, തൻ്റെ തപസ്, ഉപാസന, ഇതെല്ലാം തന്നെ 9-ാം ഭാവം കൊണ്ടാണ് നാം ചിന്തിക്കുക. ആ ശനിയാണ് 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്രകാരം ഇടവൻ രാശിക്കാർക്ക് ശനി അവരുടെ കർമാധിപനാകുന്നു. അവരുടെ തൊഴിൽ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. എല്ലാതരം തൊഴിലുകളും, തൻ്റെ ഭൃത്യന്മാർ, തൻ്റെ സബോർഡിനേറ്റ്സ്, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ, ഇവരൊക്കെ തന്നെ ഏറ്റവും നല്ല 11-ാം ഭാവത്തിലേക്ക് വരുന്നു. അതിനാൽ 2.5 വർഷത്തെ ശനിയുടെ ചാരവശാലുള്ള മാറ്റം അങ്ങേയറ്റം നന്മകളെ പ്രദാനം ചെയ്യും ഇടവം രാശിക്കാർക്ക്. പുതിയ തൊഴിലിലേക്ക് അവർക്ക് നീങ്ങാം. കർമ്മമേഖലയിൽ അവർക്കൊരു പുത്തൻ വസന്തം വരും, അംഗീകാരം വരും. സ്ഥിരം വിത്തമായു സ്ഥിരം മാനസം ച, തനിക്ക് സ്ഥിരമായ വരുമാനം ഉണ്ടാക്കപ്പെടുന്നു.
സ്ഥിരം മാനസം, നല്ല ഉറച്ച മനസ്സുണ്ടാകുന്നു. എല്ലാം ചെയ്യണമെങ്കിൽ മനസ്സിനാണ് പ്രാധാന്യം. ഒരു ബലമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം നേടുവാൻ കഴിയുകയുള്ളൂ. സ്ഥിരം നൈവ രോഗാദയോ ന സ്ഥിരാണി, സ്ഥിരമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. എങ്കിലും 11ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇടവൻ രാശി പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അസിഡിറ്റി, ഗ്യാസുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. കാരണം ശനി 5ാം ഭാവത്തിലേക്ക് നോക്കുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇയർ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളെയും ശ്രദ്ധിക്കണം. അതിനാൽ ഇയർ സംബന്ധമായ, ചെവി സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കുക. കാരണം കുംഭൻ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് ശനി. കുംഭൻ രാശിക്കാർക്ക് മാത്രം ഒരു ഫലം പറഞ്ഞിരിക്കുന്നു, ബധിരഹ, കേൾവിയെ ബാധിക്കുമെന്നൊരു ഫലം. അതിനാൽ 11ാം ഭാവം വലത്തെ ചെവിയാണ്. അതിനാൽ ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ. പിന്നീട് ശനി എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കുന്നു? അപത്യാനി നൂനം ശതാദേകമേവ. അപത്യാനി നൂനം, നിശ്ചയമായും സന്താനങ്ങൾ ഉണ്ടാകും. ശതാദേകമേവ, 100-ലൊരു സന്താനം. അതിനാൽ പലപ്പോഴും സന്താന വിഷയത്തിലേക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉത്തമ സന്താന ലബ്ധി ഉണ്ടാകും. ഒരു സന്താനം നിശ്ചയമായും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞൊരു ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കണം. ലഗ്നാൽ പുത്ര കളത്രഭേ ശുഭോധിപ്രാപ്തേ അഥവാ ആലോകിതേ ചന്ദ്രാദ്വാ. ലഗ്നാൽ ഭാഗ്യാധിപനായ ഗ്രഹം അല്ലെങ്കിൽ ചന്ദ്രാൽ ഭാഗ്യാധിപനായ ഗ്രഹം 9ാം ഭാവാധിപൻ പുത്ര കളത്രഭേ. 7ാം ഭാവത്തിൽ നോക്കിയാൽ നല്ല ഭാര്യയെ ലഭിക്കും. 5ാം ഭാവത്തിൽ നോക്കിയാലോ സന്താനങ്ങളെ ലഭിക്കും. അതിനാൽ സന്താനത്തിനായി ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇടവൻ രാശി പ്രേക്ഷകർക്ക് ചികിത്സ, അതിനുള്ള ശ്രമങ്ങൾ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഇപ്പോഴത്തെ നൂതനമായ സാങ്കേതിക വിജ്ഞാനങ്ങൾ ഒക്കെ പരിപോഷപ്പെടുത്തുവാനുള്ള അവസരം ഇന്നുണ്ട്. നല്ല ഡോക്ടറെ കണ്ട്, നല്ല ആശുപത്രി കണ്ട് സന്താന ശ്രേയസ്സിനായി പ്രാർത്ഥിക്കണം. അരയാൽ പ്രദക്ഷിണം ചെയ്യണം, അത് നിർബന്ധമാണ്. അരയാലിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ത്രിമൂർത്തികളുടെയും ആവാസ സ്ഥാനമാകുന്നു അരയാൽ. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. അല്ലയോ വൃക്ഷരാജാവേ, അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ മൂലഭാഗത്ത് താഴെ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനുമാകുന്നു. അതിനാൽ ത്രിമൂർത്തികളുടെയും ആവാസസ്ഥാനമാകുന്നു അരയാൽ. ഏറ്റവും അധികം ഓക്സിജൻ ടൺ കണക്കിന് പ്രദാനം ചെയ്യുന്നു അരയാൽ കാലത്ത്. അതിനാൽ ഗർഭം ധരിക്കാത്തവർ, ഗർഭിണികൾ ഒക്കെ തന്നെ അരയാൽ വൃക്ഷത്തിൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ അരമണിക്കൂർ അരയാൽ വൃക്ഷത്തിൻ്റെ അടുത്ത് ഇരുന്നാൽ തന്നെ അവരുടെ ഗർഭസംബന്ധമായ വിഷയങ്ങൾക്കും അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ഉത്തമ സന്താന പ്രക്രിയകൾക്കും ആ ഊർജ്ജം വളരെയധികം പ്രദാനം ചെയ്യുന്നതാണ്. അരയാൽ 7 തവണയാണ് നാം പ്രദക്ഷിണം ചെയ്യേണ്ടത്, ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടത്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേനം എന്ന മഹത്തായ പ്രാർത്ഥന അവർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രപഞ്ചാധികോ ലാഭകേ ഭാനുപുത്രി, ധാരാളം ലാഭം പ്രദാനം ചെയ്യപ്പെടുമെന്നാണ്. അതിനാൽ വ്യാപാരത്തിൽ ഇടപെടുന്നവർക്ക് മെയ് 15 മുതൽ വ്യാഴം അതിശക്തമായി ഇടവൻ രാശിക്കാർക്ക് 2ലേക്ക് വരുന്നു. അതിനാൽ നിങ്ങളുടെ കർമ്മമേഖല വളരെയധികം ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരട്ടെ. ചെയ്യുന്ന കർമ്മങ്ങളിൽ തനിക്ക് ധാരാളം ലാഭം ലഭിക്കട്ടെ. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക. മറ്റെല്ലാ ശനീശ്വരനുമായി ബന്ധപ്പെട്ട ദേവത സങ്കേതങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശനിയാഴ്ചകളിലും കാലത്ത് 6 മണി മുതൽ 7 മണി വരെ നിങ്ങൾക്ക് ശനീശ്വരന് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ 2 തിരി വിളക്ക് കത്തിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ് ഇടവം രാശിക്കാർക്ക്. എല്ലാ ഇടവം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 2 വർഷത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.